ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വേദേനെ ഫോൺ കോൾ ചെയ്തിരിക്കുകയാണ്. ദർശനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ആ ഒരു ഫോൺ കോൾ വന്നത്. അങ്ങനെ വിക്രമാന്ന് അറിഞ്ഞതും നമ്മുടെ വേദ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാനാ എന്നിങ്ങനെ പറഞ്ഞപ്പോ ആര്, എനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞുകൊണ്ട് ദർശനോട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയുടെ റൂമിലേക്ക് പോവുകയാണ്. ഏതായാലും ദർശനം എന്തോ പോലെ ആയിട്ടുണ്ട്. നമ്മുടെ വേദയുടെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല എന്ന് തന്നെ ദർശനം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വേദ റൂമിലേക്ക് പോയി. അപ്പൊ വിക്രം പറഞ്ഞു, എടി ഇത് ഞാനാന്ന് പറഞ്ഞില്ലേ? ആരാന്ന് പറയാതെ എങ്ങനെയാ ഞാൻ അറിയുന്നത്? ദേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ നീ എന്തേലും വിളിച്ചു വായി തോന്നുന്ന പറയാനാണെങ്കിലേ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതാ. ഓ ഓ ഓ ഓ ഓ മനസ്സിലായി വിക്രമാണല്ലേ? അതെ, ആളെ എനിക്ക് പിടികിട്ടാൻ കുറച്ച് പാടുപെട്ടെ, എങ്കിലും സാരമില്ലേ. അല്ല, ഇപ്പൊ എന്തിനാ പോലും എന്നെ വിളിച്ചത്? അത് പിന്നെ ഞാൻ നിന്നെ വിളിച്ചത്, എടി ഇവിടെ ഇരുന്ന ഫയല് അതെവിടെയാന്നറിയാനാ വിളിച്ചത്. ഏത് ഫയല്? എന്ത് ഫയല്? എന്താ വിക്രമി പറയുന്നത്? എന്ത് ഫയലിന്റെ കാര്യമാ? ദേ ഞാന് ഒരു കാര്യം പറഞ്ഞേക്കാം, സാക്ഷികൾ വരെയുണ്ട്. നീ ആ ഫയൽ എടുത്ത് കണ്ടവരിവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് സത്യം പറഞ്ഞോ. എന്തേ, ആ ഫയൽ എവിടെയാ? ഓഹോ, സാക്ഷികളൊക്കെ ഉണ്ടോ? ആ ഫയൽ അല്ലേ? ആ പട്ടയ വിതരണത്തിന്റെ ആ ഫയൽ തന്നെ. എടി കോപ്പേ, നീ ഒന്ന് പറഞ്ഞു തോലയ്ക്കുന്നുണ്ടോ അത് എവിടെയാണെന്ന്? ഇല്ലെങ്കിൽ ഞാൻ ഞാൻ വലിച്ചു കീറി. നിങ്ങൾ ദേഷ്യപ്പെടരുത്, മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചു പഠിക്കുക. നിങ്ങളൊരു മാഷിന്റെ മകനല്ലേടോ? ആ മകന് കുറച്ച് മാന്യത കാണിക്കത്തില്ലേ? ഇതെന്തുവാന്നേ? ഏതായാലും ആ ഫയല് ആ ഫയല് ആ ഫയൽ എവിടെയാ? എടി നീ ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് ഞാൻ പറയത്തില്ല കേട്ടോ. സാവധാനം മര്യാദയ്ക്ക് എന്നോട് ചോദിക്ക്. എന്റെ പൊന്നു വേദ, ആ ഫയൽ എവിടെയാണെന്ന് നീ ഒന്ന് പറ. അതിനകത്ത് എന്തൊക്കെ ഉള്ളതാന്നറിയാമോ? കുറെ പാവങ്ങളുടെ കണ്ണുനീര് അതിനകത്തുള്ളതാ. അറിയാമോ നിനക്ക്? പട്ടയ വിതരണത്തിന്റെ ലിസ്റ്റ് വരെ അതിനകത്താ ഇരിക്കുന്നത്. ദയവേത് നീ അത് എവിടെയാണെന്നൊന്ന് പറ. ഞാൻ പറയാന്നേ. ഞാന് അത്ര ക്രൂരതയാണെന്ന് തോന്നുന്നുണ്ടോ? പാവങ്ങളുടെ കണ്ണുനീര് കാണാത്ത ക്രൂരാണെന്ന് തോന്നുന്നില്ലല്ലോ. ഏതായാലും ആ ഫയല് ഞാൻ തന്നെ എടുത്തത്. പക്ഷേ അത് എവിടെയാ ഇരിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ടൊരു പിടി കിട്ടണില്ല. അതെ, ഞാൻ അവിടെയല്ലേ ഫയൽ വെച്ചിരിക്കുന്നത്. എനിക്ക് അവിടെ വന്നാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് വരാനോ? നീ അതിന് അവിടെയല്ലേ, പിന്നെ എങ്ങനെ നീ ഇങ്ങോട്ട് വരുന്നത്? നീ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചു പോയതല്ലേ? ആര് പറഞ്ഞു ഞാൻ എല്ലാം ഉപേക്ഷിച്ചു പോയതാന്ന്? ഞാനെല്ലാം ഉപേക്ഷിച്ചൊന്നും പോയതല്ലല്ലോ. അയ്യോ, വിക്രം എല്ലാം മറന്നു പോയോ? വിക്രം തിരിച്ചു വിളിച്ചാൽ ഞാൻ വരുന്നു പറഞ്ഞില്ലായിരുന്നോ? പിന്നെ എന്താ കുഴപ്പം? എന്നെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫയൽ എടുത്ത് അങ്ങ് തന്നേക്കാം. അവിടെ പ്രോബ്ലം തീർന്നില്ലേ? ഏതായാലും പെട്ടെന്ന് വാ, ഞാൻ ഇവിടെ തയ്യാറായിട്ട് നിൽക്കാട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ വേദ കട്ട് ചെയ്തു. ഏതായാലും വിക്രത്തിന് ഭ്രാന്ത് പിടിച്ചു. ഈ ഒരു സമയത്താണ് വിക്രത്തിനെ നമ്മുടെ ശ്രീനി സാറ് വിളിക്കണത്. ശ്രീനി സാറ് വിളിച്ചിട്ട് ചോദിച്ചു, എടാ വിക്രം, നീ എന്താടാ ഫോണൊന്നും എടുക്കാത്തത്? നീ എവിടെയാ? നീ ആ ഫയലുമായിട്ട് എത്താൻ പറഞ്ഞിട്ട് നീ എത്തിയോ? അത് പിന്നെ സാറേ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടും. എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട. പെട്ടെന്ന് ആ ഫയൽ എടുക്കാൻ മറക്കരുത്. ആ ഫയലിലാണ് ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. ആ ഫയലുമായിട്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നോ. ഏതായാലും വഴിക്ക് വെച്ച് ഞാനും കൂടെ വരാം നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ വിക്രം ആകെ പെട്ട് നിൽക്കുകയാണ്. എപ്പ തോന്നിയതാണോ ആ വേതാളത്തിന്റെ കഴുത്തിൽ വാശിക്ക് താലി കെട്ടാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം വേദയെ വിളിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ വേദയുടെ കല്യാണാലോചന വീട്ടുകാരെല്ലാരും കൂടെ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ദർശന്റെ അച്ഛനും അമ്മയും ആ ഒരു കല്യാണ വിഷയം അവിടെ എടുത്തിടുകയാണ്. അപ്പോഴത്തേക്കും തന്നെ ശ്രീകാന്തും വർഷയും ഒക്കെ കൂടി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പം അതിനിടയിൽ നമ്മുടെ വേദേനെ കുറച്ച് അപമാനിക്കുന്ന രീതിയിലൊക്കെയാണ് ദർശന്റെ അമ്മ സംസാരിക്കുന്നത്. ഏതായാലും രണ്ടാം കെട്ട് തന്നെയാണല്ലോ. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞോളാം, ഞങ്ങളുടെ മോന് രണ്ടാം കെട്ടാണ് ഇഷ്ടം എന്ന് ഞങ്ങൾ പറഞ്ഞ് എങ്ങനെയും ഒഴിഞ്ഞു മാറിക്കോളാം. അതുമല്ല, കല്യാണം നടത്തുകയാണെങ്കിൽ വർഷനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം ബന്ധവും ഇവിടെ തുടങ്ങി വെച്ചിരിക്കണം, കല്യാണം നടത്തിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ കുറെ സജഷൻസ് ഒക്കെ പറയുകയാണ്. അപ്പൊ ശ്രീകാന്തം പറയാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഇതൊക്കെ കേട്ടിട്ട് അത്രയ്ക്ക് ദഹിക്കുന്നില്ലെന്നല്ല, മുത്തശ്ശിക്ക് ഇഷ്ടമല്ല നമ്മുടെ വിക്രവും ദർശനും അല്ല, സോറി, നമ്മുടെ വേദയും ദർശനും തമ്മിലുള്ള വിവാഹം. ഏതായാലും അപ്പം വേദ ഇറങ്ങി വരികയാണ്. വേദ ഇറങ്ങി വന്നിട്ട്, അല്ല നിങ്ങൾ എന്താ ഇവിടെ സംസാരിക്കുന്നത്? എന്തോ കല്യാണത്തിന്റെ കാര്യമാണെന്ന് കേട്ടല്ലോ. അതെ, എന്തു പറ്റി? എന്റെ അനിയത്തിക്ക് വിവാഹം ആലോചിക്കുകയാണോ? അപ്പൊ പറഞ്ഞു, എന്താ വേദ നീ പറയുന്നത്?
നിന്റെ അനിയത്തിക്കല്ല, നിനക്കാ വിവാഹം ആലോചിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ദർശന്റെ അമ്മ പറയുകയാണ്, എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്, ആ ഒരു ഡിമാൻഡ്സ് ഒക്കെ നിങ്ങൾ കേൾക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഒരു പോരായ്മ വന്നതുകൊണ്ട് ഇനി അപ്പൊ അവർക്ക് ഡിമാൻഡ് കൂട്ടാലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ദർശന്റെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പം ദർശന്റെ അമ്മയുടെ ഈ ഡിമാൻഡ് കാര്യം പറഞ്ഞത് നമ്മുടെ വേദ കേട്ടു. അപ്പം വേദ ചോദിച്ചു, ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അല്ല, ഡിമാൻഡ് എന്താണെങ്കിലും അത് ഞാനൊന്ന് കേൾക്കട്ടെ, ആദ്യം ഡിമാൻഡ് പറയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വർഷ, നീ ചെയ്ത വലിയൊരു തെറ്റാണ്, നീ അത് ഓർക്കണം. ദേ, ഞാനൊരു കാര്യം പറയാം, നീ വിശ്വസിക്കുന്ന ഈ വിക്രമുണ്ടല്ലോ, അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ലെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ, വീട്ടുകാർക്ക് പോലും ഉപകാരമില്ലാത്ത ആള്. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ദർശന്റെ അമ്മ പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം വിചാരിക്കണം, ഈ സ്നേഹബന്ധം കൊണ്ടോ ഈ കെട്ടുതാലി കൊണ്ടോ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് വേദ പറയാണ്, അതെ, ഇപ്പം തെറ്റിനെ കുറിച്ച് ഏട്ടൻ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, ഏട്ടൻ ചെയ്തത്രയും തെറ്റ് ഏതായാലും ഞാനോ വിക്രമോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം സ്വന്തം പെങ്ങൾക്ക് വിലയിട്ട പോലെ അല്ലല്ലോ. അപ്പോഴത്തേക്ക് ശ്രീനി അല്ല, നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ദേ, നീ ഓരോ കാര്യവും കാരണവും കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാതെ വേദ, എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പം ഞാനും പ്രശ്നം പരിഹരിക്കാൻ തന്നെയാ വന്നത്. അതെ, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലോ, ഞാന് ഇവിടെ വിക്രത്തിന് ഉപേക്ഷിച്ചിട്ട് വന്നതൊന്നും അല്ലെന്ന്. പിന്നെ അച്ഛന്റെ പിറന്നാളിന്റെ അന്ന് എനിക്കൊന്ന് അച്ഛനെ കാണണമായിരുന്നു, അച്ഛന്റെ കൂടെ ഇരിക്കണമായിരുന്നു, അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കഴിക്കണമായിരുന്നു. ഏതായാലും അതൊക്കെ സാധിച്ചു. ഏതായാലും ഇനിയിപ്പോ എനിക്ക് തിരിച്ചു പോകാലോ. അപ്പോഴത്തേക്കുമാണ് ജഡ്ജി പറഞ്ഞത്, നമ്മുടെ വേദയുടെ അച്ഛൻ പറഞ്ഞത്, ഓഹോ, അപ്പൊ നീയും നിന്റെ മറ്റവനും കൂടെ നടത്തിയ വെറും കപട നാടകമായിരുന്നു അല്ലേ ഇത്? എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ നീ? ചീറ്റ് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാല് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അച്ഛാ. കാരണം എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ട. അച്ഛന്റെ ഈ ഒരു മുഹൂർത്ത സമയത്ത് നല്ല കേട്ടോ, സോറി, അച്ഛന്റെ ഈ ഒരു പിറന്നാളിന്റെ ആ ഒരു സമയത്ത് ആ ഒരു സാന്നിധ്യം എനിക്ക് ഇവിടെ വേണമെന്ന് തോന്നി, ഞാൻ ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരിക്കൽ പോലും അച്ഛന്റെ പിറന്നാളിന് ഞാൻ കൂടാതെ ഇരുന്നിട്ടില്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ അച്ഛന്റെ പിറന്നാളിന് ഞാൻ കൂടുകയും അച്ഛനെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാ. അപ്പം അത് എനിക്കെന്തോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ഏതായാലും ഇപ്പൊ എന്നെ വിക്രം കൊണ്ടുപോകാൻ വരും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജഡ്ജി, ഓഹോ, കൊള്ളാലോടി നീയപ്പം എല്ലാവരെയും പറ്റിച്ച് എല്ലാവരെയും വിഡ്ഢിയാക്കുമായിരുന്നല്ലേ? അപ്പൊ നമ്മുടെ ദർശന്റെ അമ്മയും അച്ഛനും നമ്മുടെ ശ്രീകാന്തും വർഷയും ഒക്കെ ചൂടാക്കാൻ തുടങ്ങി. ആരോട്? വേദയോട്. അപ്പം നമ്മുടെ ദർശൻ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിലും വേദ എന്നോട് പറഞ്ഞായിരുന്നു, വേദയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയായിരുന്നു. ഇതാ ഞാൻ 100 തവണ പറഞ്ഞത്, വേദയോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന്. അപ്പൊ നിങ്ങളല്ലേ എടുത്തിയാടി ഓരോന്ന് മനസ്സിൽ ആലോചിച്ച് കൂട്ടി ഉറപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് അനുഭവിക്കുക. അപ്പോഴത്തേക്ക് വേദേനെ കുറച്ച് നമ്മുടെ ദർശനം ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പോകാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേദ പറയാണ്, ദർശൻ നീ എന്നെ മനസ്സിലാക്കണം, മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ദർശൻ നീ എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് വേതാളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പുറത്തു വന്നെന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും വേദ പറയാ, അതെ, എന്നെ വിളിക്കണതാ, അത് എനിക്ക് ഇട്ടൊരു ചെല്ലപ്പേരാ ഈ വേതാളം. ഏതായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് നമ്മുടെ വിക്രമാദിത്യന്റെ കൂടെ വേതാളം. ഏതായാലും വിക്രമാദിത്യനുള്ളിടത്ത് തന്നെ വേതാളം കാണും. എത്രമാത്രം മാറ്റാൻ ശ്രമിച്ചാലും നമ്മുടെ വേതാളം വിക്രമാദിത്യനെ വിടില്ല. അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിനെ വേദ വിടാനും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശിക്കും സന്തോഷമാകുകയാണ് വിക്രത്തിന്റെ കൂടെ വേദ പോയി കഴിഞ്ഞപ്പം. പക്ഷെ വേദയും വിക്രമും കൂടെ വിക്രത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മാഷും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു വിക്രത്തിന്റെ. അങ്ങനെ പെട്ടെന്ന് മാഷ് ഇവള് പറഞ്ഞിട്ട് പോയ കാര്യമൊക്കെ ചിന്തിക്കുക ഇവളെ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും, ഇനി ഈ വീട്ടിൽ കയറില്ല, വിക്രം വിളിച്ചാൽ മാത്രമേ വരത്തുള്ളൂ എന്ന്. ഏതായാലും വിക്രം വിളിച്ചിട്ടാണ് വന്നത് എന്ന് നമ്മുടെ മാഷിന് മനസ്സിലായി. അങ്ങനെ മാഷ് വിക്രത്തിനോട് പറയുന്നുണ്ട്, തങ്കത്തിന്റെ ചെരുപ്പാണെങ്കിലും എടുത്ത് തലയിൽ വെക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ നീയാ? അത് ശരിയാ, അത് നിനക്ക് പതുക്കെ മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുന്നു, അതൊക്കെ കേട്ടുകൊണ്ട്. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അമ്മയ്ക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായിട്ടോ, വേദ വരുന്നത് സന്തോഷമാണല്ലോ. മോള് കയറി വാന്ന് പറഞ്ഞ് വീടിനകത്ത് വിളിച്ചു കയറ്റി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വിക്രം ചെന്നിട്ട്, നീ ഇങ്ങ് പെട്ടെന്ന് വന്നേ, എവിടെയാ ഫയലെന്ന് വെച്ചാൽ എവിടെയാന്ന് വെച്ചാൽ എനിക്ക് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വേദ നോക്കിയപ്പോഴത്തേക്കും റൂം മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കാം. അപ്പം വേദ പറഞ്ഞു, ഇതെന്താ ആന കരിമ്പും കാട്ടി കയറിയ പോലെ, ഇതെന്താ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുന്നത്? ദേ, നീ കളിയാക്കാൻ നിൽക്കരുതേ, നീ കൂടുതൽ ആസാക്കാൻ നിൽക്കാതെ എവിടെയാന്ന് വെച്ചാൽ ഫയൽ എടുത്തു തരാൻ പറഞ്ഞു. ഫയൽ അല്ലേ? ദേ, ഇതിങ്ങനെ കാണിച്ചിട്ടേക്കല്ലേ, ഞാൻ ഇത് എവിടെ നിന്ന് ഫയൽ എടുക്കാനാ? ഇതിപ്പം വെച്ചത് എവിടെയാന്ന് മറന്നുപോയി. ഇത് പഴയ പോലെ ഇരുന്നത് പോലെ ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് നോക്കിയെടുക്കണമെങ്കിലേ ഇച്ചിരി ബുദ്ധിമുട്ടാ എന്നിങ്ങനെ പറയാ വേദ. അങ്ങനെ നമ്മുടെ വേദ തപ്പി തപ്പി ലാസ്റ്റ് ഇങ്ങനെ നിൽക്കൂ. അത് എവിടെയാന്ന് അറിയത്തില്ലല്ലോ.
ആ പിടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബെഡിന്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ പെട്ടി എടുക്കാണ്. എന്നിട്ട് ആ പെട്ടി തുറന്ന് ദേ ഇതേ നിങ്ങളുടെ ഫയല്, ഇതെവിടെയാ കിടന്നതെന്ന് അറിയായിരുന്നോ? ആ കസേരയില് കിടക്കുമായിരുന്നു. എന്തെങ്കിലും ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? അതെ, ഇത് കുറേ പട്ടിണി പാവങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് ഇടേണ്ടത്. ഇന്നാ കൊണ്ടുപോയി കൊടുക്ക എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു. അപ്പൊ ആ പെട്ടിക്കകത്ത് വേറൊരു ഫയലും കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് അതെന്താ അതിനകത്ത് വേറെ ഒരു ഇതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇത് വിക്രത്തിന്റെ സർട്ടിഫിക്കറ്റുകളാ. കഷ്ടപ്പെട്ട് പഠിച്ചവർക്കേ അറിയത്തുള്ളൂ ഇതിന്റെയൊക്കെ വില. ഏതായാലും ഈ വിക്രത്തിൽ നിന്നും അപ്പുറമായൊരു വിക്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇത് വിലപ്പെട്ട സാധനമാണ്. എന്തെങ്കിലും ഒരാവശ്യം വരും, അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ അതുകൊണ്ട് സേഫ് ആയിട്ട് എടുത്ത് വെച്ചതാന്ന് പറഞ്ഞപ്പം നമ്മുടെ വിക്രം ആണെങ്കിൽ എന്തോ പഴയ ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോയിട്ട് വിക്രം നമ്മുടെ വേദയോട് താങ്ക് യു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വേദ പറഞ്ഞു വെൽക്കം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ വിക്രത്തിന് വേദയോട് എന്തോ ഒരു ചെറിയൊരു സ്പാർക്ക് അവിടെ വീണ പോലെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് വിക്രം ഓർത്തത് ശ്രീനി പറഞ്ഞായിരുന്നല്ലോ സമ്മേളനത്തിന് വരുമ്പം ഒറ്റയ്ക്ക് വരരുത്, ഭാര്യനെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഓർക്കുകയാണ് കേട്ടോ നമ്മുടെ ആരാ വിക്രം അത് ഓർത്തിട്ട് വേദയോട് പറയുന്നുണ്ട് ഇന്ന് സമ്മേളനമാണ്, സമ്മേളനത്തിന് എന്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മുടെ വേദ പോകാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പൊ നാളെ എന്ന് പറയുന്നത് നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം തന്നെയാണ്. വേദയുടെയും വിക്രമിന്റെയും ഒന്നും കൂടി അവർ കല്യാണം കഴിക്കാന്ന് വേണമെങ്കിൽ പറയാം, മാലയിടുവാണ്. അപ്പൊ ആ ഒരു പൊതു സമ്മേളനത്തിൽ വെച്ച് അവരെ മാല ഇടിപ്പിക്കുകയാണ് ആ ഒരു ശ്രീനി സാറ്. അപ്പം അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് ഇനിയിപ്പോ നാളെ വരാനും പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.